തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലെത്തിയതോടെ പ്രചാരണം ശക്തമാക്കിയ മുന്നണികൾ ആറാം ഘട്ട വോട്ടെടുപ്പിലും പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ ആശങ്കയിലായ ബിജെപി പുതിയ പ്രചാരണ തന്ത്രങ്ങളുമായി കളം പിടിക്കുകയാണ്. അതേസമയം ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനോടൊപ്പം ഏഴാം ഘട്ട പ്രചാരണം നടക്കുന്ന പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടി പ്രചാരണം ശക്തമാക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, ശക്തമായ വിമർശനങ്ങൾക്കിടയിലും കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ 6 ഘട്ടങ്ങളിലെയും പോളിംഗ് ശതമാനത്തിന്റെ കണക്ക് പുറത്തുവിട്ടത്. ഈ കണക്ക് പുറത്തു വരുമ്പോഴും ബിജെപിക്ക് അതിൽ ആശ്വസിക്കാനൊന്നും അതേസമയം തന്നെ ഇന്ത്യ മുന്നണിക്ക് അതൊരു ആത്മവിശ്വാസം പകരുന്ന കണക്കുകളുമാകുന്നുണ്ട്. ഏത് തരത്തിലാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുന്നണി പ്രതീക്ഷകൾ, ഇനി നടക്കാനുള്ള മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളൊക്കെ? വിനീഷ, ഇനിയിപ്പോൾ അവസാന ഘട്ടം വോട്ടെടുപ്പാണ്. അതിൽ 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 57 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെ 7ാം ഘട്ടത്തിൽ ഉൾപ്പെടും. 904 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 7ാം ഘട്ടത്തിൽ ഉത്തർപ്രദേശിലും പഞ്ചാബിലും 13 ബംഗാളിൽ 9, ബീഹാർ 8, ഒഡീഷ 6 ലോക്സഭാ മണ്ഡലം, ഹിമാചൽ 4, ജാർഖണ്ഡ് 3, കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ്, ഇതാണ് അവസാന ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നരേന്ദ്രമോദിയുടെ വാരണാസി ഉൾപ്പെടുന്ന ഒട്ടേറെ VIP മണ്ഡലങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഈ ബംഗാളിൽ 8 മണ്ഡലങ്ങളിൽ ഏകദേശം തൃണമൂൽ, BJP, CPIM ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 8 മണ്ഡലങ്ങളിലും ഏറ്റവും ശ്രദ്ധേയമായ മത്സരം 7ാം ഘട്ടത്തിലാണ്. ബംഗാളിലെ ജാവത്പൂരിൽ ശ്രീജൻ ഭട്ടാചാര്യയും, ഡംഡമിൽ സുജൻ ചക്രവർത്തിയും, കൊൽക്കത്ത ദക്ഷിണിൽ സൈറാഷ ഹാലിം അടക്കമല്ല നിലയും CPIM-നായി ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. മറ്റൊന്ന് കോൺഗ്രസിന്റെ നേതാവായ മനീഷ് തിവാരി മത്സരിക്കുന്ന ചണ്ഡീഗഡും, പിന്നീട് ബോളിവുഡ് നടി കങ്കണ റണാവത്തും കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യ സിംഗ് ഏറ്റുമുട്ടുന്ന ഹിമാചലിലെ മണ്ഡി എന്ന നിലയും ഈ 7ാം ഘട്ടത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. മറ്റൊന്ന്, ഈ വിനീഷ പറഞ്ഞ പോലെ തന്നെ പോളിംഗ് ശതമാനത്തിലെ വലിയ കുറവ് BJP-യിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 61% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയതും ഈ 6ാം ഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് BJP ഏറ്റവും അധികം നേട്ടം പ്രതീക്ഷിക്കപ്പെടുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഈ പോളിംഗ് രേഖപ്പെടുത്തുന്നതിൽ വലിയ ഇടിവുണ്ടായിട്ടുള്ളത്. അതാണ് ഏറ്റവും അധികം ആശങ്ക BJP-യിൽ ഉള്ളതും. എന്തായാലും ഓരോ ഘട്ടം കഴിയുന്തോറും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ഏറെ പ്രതീക്ഷ കൈവരിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ നേട്ടം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു ജനവികാരമുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നതും. എന്തായാലും ഈ വിദേശ പ്രസംഗവും വർഗീയ പരാമർശവും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും BJP-യും വീണ്ടും 7ാം ഘട്ടത്തിലേക്ക് പൊതുപ്രചരണ പരിപാടിയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് JP നദ്ദ അടക്കം വാരണാസിയിലുണ്ട്. അങ്ങനെ ഇന്നും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നിലയും മണ്ഡലങ്ങളിൽ സജീവമാണ്. വിനീഷ. ശരി സിബി, തെരഞ്ഞെടുപ്പ് 7ാം ഘട്ടത്തിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രചാരണ തന്ത്രങ്ങളുമായി BJP-യും ഇന്ത്യ മുന്നണിയും. കഴിഞ്ഞ ഘട്ടങ്ങളിലെ പോളിംഗ് ശതമാനത്തിലെ കണക്കുകളിലെ കുറവ് എല്ലാം BJP-യെ വലിയ രീതിയിലൊന്നുമല്ല ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ പുതിയ തന്ത്രം മെനയുകയാണ് BJP. അതിനൊപ്പം ഇന്ത്യ മുന്നണിയും പ്രചാരണം ശക്തമാക്കുന്നു. ഈ പോളിംഗ് ശതമാനത്തിലെ കണക്കുകൾ ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്ന് വേണം പറയാൻ. സിബി ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്.